IBS ഉള്ള ആളുകളിൽ വൻകുടലിന്റെ ആരോഗ്യം എന്തെങ്കിലും കാരണം കൊണ്ട് ശരിയല്ലാതിരിക്കുന്ന ആളുകളിൽ വൻകുടലിന്റെ പുറത്തേക്ക് അവർ കാണിക്കുന്ന ഒരു 4 ലക്ഷണങ്ങൾ പറയാം. അതിൽ ഒന്നാമത്തത് അമിതമായിട്ടുള്ള ക്ഷീണമാണ്. ഒരു തളർച്ച. എപ്പോഴും കിടക്കണമെന്നുള്ള തോന്നൽ. 2 കാരണങ്ങളാണ് ഇതിന് പ്രധാനമായിട്ടുള്ളത്. ഒന്ന് വൻകുടലിൽ ഉണ്ടാകുന്ന ഒരു ലോ ഗ്രേഡ് ഇൻഫ്ലമേഷൻ. കൂടുതലായി നീണ്ടു നിൽക്കുന്ന നീർക്കെട്ട്. അതല്ലെങ്കിൽ നമ്മുടെ വൻകുടലിന്റെ ആരോഗ്യം ശരിയല്ലെങ്കിൽ വൻകുടലിൽ നിന്നും ശരിയായ അളവിൽ ന്യൂട്രിയൻസോ വെള്ളമോ ഒന്നും നമ്മുടെ ശരീരത്തിലോട്ട് അബ്സോർബ് ചെയ്യപ്പെടാതിരിക്കുന്നത്. ഈ 2 കാരണങ്ങൾ കൊണ്ട് നമുക്ക് വൻകുടലിന്റെ ആരോഗ്യം ശരിയല്ലെങ്കിൽ ശരിയായ രീതിയിലുള്ള ഒരു ഉന്മേഷം ലഭിക്കാതിരിക്കുകയും അമിതമായിട്ടുള്ള ക്ഷീണവും തളർച്ചയും അനുഭവപ്പെടുകയും ചെയ്യും. രണ്ടാമത്തേത് ബ്രെയിൻ ഫോഗിന്റെ സിംറ്റംസ് ആണ്. അതായത് നമുക്ക് ഒന്നിനോടും ഒരു താല്പര്യമില്ലായ്മ, പുതിയ കാര്യങ്ങളൊന്നും ചെയ്യാനുള്ള ഒരു താല്പര്യമില്ലായ്മ, നമുക്ക് പ്രത്യേകമായ ഒരു കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയാത്ത അവസ്ഥ, അതുപോലെ തന്നെ അമിതമായിട്ടുള്ള മറവി, അമിതമായിട്ടുള്ള ആങ്സൈറ്റി, ആശങ്ക, എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഒരു ആങ്സൈറ്റി അനുഭവപ്പെടുന്നത്, ഓവർ തിങ്കിങ്, ഇതെല്ലാം ഒരുപക്ഷെ നമ്മുടെ കുടലിന്റെ ആരോഗ്യ പ്രശ്നം കാരണം നമുക്കുണ്ടാകുന്ന ബ്രെയിൻ ഫോഗ് ആകാം. ഇതിനും കാരണം നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കുടലും തലച്ചോറും തമ്മിലുള്ള ഗട്ട് ബ്രെയിൻ ആക്സിസിനെ കുറിച്ച്. ഇതിലുണ്ടാകുന്ന മിസ്കമ്മ്യൂണിക്കേഷൻസും അതുപോലെ തന്നെ നമ്മുടെ മാനസികാരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ള ഡോപ്പമൈൻ, സെറോട്ടോണിൻ, ഇതിന്റെ എല്ലാം ഉൽപാദനം നമ്മുടെ കുടലിന്റെ ആരോഗ്യവുമായി വളരെ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഇതിന്റെ ഉൽപാദനം ശരിയായ രീതിയിൽ നടക്കുന്നില്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. മൂന്നാമത്തേത് സ്കിൻ കംപ്ലൈൻസ് ആണ്. മുഖക്കുരു, നമ്മുടെ ത്വക്കിലുണ്ടാകുന്ന എക്സിമ, കരപ്പൻ, സോറിയാസിസ്, ഇതുപോലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അമിതമാകുന്നത്, അല്ലെങ്കിൽ അതിനൊക്കെ ട്രീറ്റ്മെന്റ് എടുത്താലും കുറഞ്ഞു വരാത്ത അവസ്ഥ. ഇതിനും കാരണം ഒരുപക്ഷെ നമ്മുടെ കുടലാകാം. നമ്മുടെ കുടലിന്റെ ഭിത്തി അത്ര ആരോഗ്യമുള്ളതല്ലെങ്കിൽ നമ്മുടെ കുടലിൽ നിന്നും ടോക്സിൻസും അതുപോലെ തന്നെ ഇൻഫ്ലമേറ്ററി മോളിക്യൂൾസും ഒക്കെ രക്തത്തിലൂടെ ശരീരത്തിൽ സർക്കുലേറ്റ് ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാകും. ഇത് നമ്മുടെ സ്കിൻ കംപ്ലൈൻസ് വർദ്ധിപ്പിക്കാനും സ്കിൻ കംപ്ലൈൻസ് വിട്ടുമാറാതിരിക്കാനും കാരണമാകും. നാലാമത്തേത് ശരീരവേദന അല്ലെങ്കിൽ ജോയിന്റ് പെയിൻസും ആണ്. നമ്മുടെ കുടലിൽ ഒരു ഇൻഫ്ലമേഷൻ ഉണ്ടാകുമ്പോൾ ഈ ഇൻഫ്ലമേഷൻ കൂടുതലായിട്ട് നിലനിൽക്കും. അത് നമ്മുടെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്യും. അത് നമ്മുടെ ജോയിൻസിൽ നീർക്കെട്ടുണ്ടാകുന്നതിനും നമുക്ക് ജോയിന്റ് പെയിൻസും ശരീരവേദനയും ഉണ്ടാകുന്നതിനും കാരണമാകും. അപ്പോൾ ഈ ലക്ഷണങ്ങൾ നിങ്ങൾക്ക് വയറിന്റെ ബുദ്ധിമുട്ടുകളോട് കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കുടല് ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു ട്രീറ്റ്മെന്റും മാനേജ്മെന്റുമാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കുക.